പ്രിയ വിദ്യാർത്ഥികളെ, അറിയാം കൊമേഴ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. മുൻ വർഷങ്ങളിലെ വിവിധ പൊതുപരീക്ഷകളുടെ ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോകളിൽ 10ാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. 10ാമത്തെ ചാപ്റ്ററായ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ചാപ്റ്ററുകളുടെ വീഡിയോകൾ കാണാൻ സാധിക്കാത്തവർ കാണാൻ ശ്രമിക്കുക. അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം 2018 മാർച്ച് മാസത്തിൽ നടന്ന പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച 1 മാർക്കിൻ്റെതാണ്. കംപ്ലീറ്റ് ആസ് പെർ ദ ഹിൻഡ് ഗിവൺ. സൂചന പ്രകാരം പൂരിപ്പിക്കുക. എ മണി മാർക്കറ്റ് RBI, ബി ക്യാപിറ്റൽ മാർക്കറ്റ് ഡാഷ്. ആൻസർ ഈസ് സെബി. രണ്ടാമത്തെ ചോദ്യം 2018 ജൂൺ മാസത്തിൽ നടന്ന സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച 1 മാർക്കിൻ്റെതാണ്. ദ സെറ്റിൽമെൻറ്റ് സൈക്കിൾ ഇൻ NSE ഈസ്. NSEയുടെ സെറ്റിൽമെൻറ്റ് സൈക്കിളാണ് എ T+5, ബി T+3, സി T+2, ഡി T+1. കറക്റ്റ് ആൻസർ ഈസ് സി T+2. 2019 ജൂൺ മാസത്തെ സേ പരീക്ഷയ്ക്ക് ചോദിച്ച 1 മാർക്കിൻ്റെതാണ് അടുത്ത ചോദ്യം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. എ കൊമേഴ്സ്യൽ പേപ്പർ, ബി ട്രഷറി ബിൽ, സി കോൾ മണി, ഡി ഇക്വിറ്റി ഷെയർ. കറക്റ്റ് ആൻസർ ഈസ് ഡി ഇക്വിറ്റി ഷെയർ. നാലാമത്തെ ചോദ്യം 2020 ജൂലൈ മാസം നടന്ന സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച 1 മാർക്കിൻ്റെതാണ്. ദ പ്രസൻറ്റ് സെറ്റിൽമെൻറ്റ് സൈക്കിൾ ഓഫ് ഷെയർസ് ഇൻ NSE ഈസ് ഡാഷ്. NSEയിലെ ഓഹരികളുടെ നിലവിലുള്ള കണക്കു തീർക്കൽ ആവൃത്തി ഡാഷ് ആണ്. എ T+1, ബി T+2, സി T+3, ഡി T+4. കറക്റ്റ് ആൻസർ ഈസ് ബി T+2. 2020 മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച 1 മാർക്കിൻ്റെതാണ് അടുത്ത ചോദ്യം. നെയിം ദ ഏജൻസി വിച്ച് റെഗുലേറ്റ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് സെക്യൂരിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും സെക്യൂരിറ്റി മാർക്കറ്റിനെയും നിയന്ത്രിക്കുന്ന ഏജൻസിയുടെ പേരെന്ത്? ആൻസർ ഈസ് സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം 2019 ജൂൺ മാസത്തിൽ നടന്ന സേ പരീക്ഷയ്ക്ക് ചോദിച്ച 2 മാർക്കിൻ്റെ ചോദ്യമാണ്. നെയിം എനി 2 മെത്തേഡ്സ് ഓഫ് ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ് ഇൻ പ്രൈമറി മാർക്കറ്റ്. പ്രാഥമിക വിപണിയിൽ ഓഹരികൾ പുറപ്പെടുവിക്കുന്നതിനുള്ള ഏതെങ്കിലും 2 രീതികളുടെ പേരെഴുതുക. ആൻസർ ഓഫർ ത്രൂ പ്രോസ്പെക്ടസ്, ഓഫർ ഫോർ സെയിൽ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, റൈറ്റ്സ് ഇഷ്യൂ, EIPO. ഇതിലേതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതുക. 2020 ജൂലൈ മാസം നടന്ന സേ പരീക്ഷയ്ക്ക് ചോദിച്ച 2 മാർക്കിൻ്റെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി 2 ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ മണി മാർക്കറ്റ്. പണവിപണിയിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും 2 പ്രമാണങ്ങളെക്കുറിച്ച് ഒരു ഹ്രസ്വ കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ നോക്കാം. ട്രഷറി ബിൽ, കൊമേഴ്സ്യൽ പേപ്പർ, കോൾ മണി, CD, കൊമേഴ്സ്യൽ ബിൽ. ഇതിലേതെങ്കിലും 2 എണ്ണത്തിനെ കുറിച്ച് എഴുതി വിവരിക്കുക. 2020 നടന്ന മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച 2 മാർക്കിൻ്റെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ കൊമേഴ്സ്യൽ ബിൽ, കോൾ മണി. കൊമേഴ്സ്യൽ ബില്ലിനെയും കോൾ മണിയെയും പറ്റി ലഘുവായി വിവരിക്കുക. നമുക്ക് ഉത്തരം നോക്കാം. താഴെ തന്നിട്ടുള്ള രീതിയിൽ കൊമേഴ്സ്യൽ ബില്ലിനെയും കോൾ മണിയെയും പറ്റി ലഘുവായി വിവരിക്കുക. അടുത്ത 3 മാർക്കിൻ്റെ ചോദ്യം 2019 മാർച്ച് മാസത്തിൽ നടന്ന പൊതുപരീക്ഷയുടേതാണ്. കമ്പയർ ട്രഷറി ബിൽ ആൻഡ് കൊമേഴ്സ്യൽ പേപ്പർ, ബോത്ത് ആർ യൂസ്ഡ് ഇൻ ഇന്ത്യൻ മണി മാർക്കറ്റ്. ഇന്ത്യയിലെ പണവിപണിയിൽ ഉപയോഗിക്കുന്ന ട്രഷറി ബില്ലും കൊമേഴ്സ്യൽ പേപ്പറും തമ്മിൽ താരതമ്യം ചെയ്യുക. നമുക്ക് ആൻസർ നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഷറി ബിൽസ് ആൻഡ് കൊമേഴ്സ്യൽ പേപ്പേഴ്സ്. ട്രഷറി ബിൽസ്, ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ RBI ഓൺ ബിഹാഫ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. It is issued in the form of secured promissory notes, risk-free money. Commercial papers, it is issued by joint stock company. It is issued in the form of unsecured promissory notes. It is risky market instrument.
അടുത്ത ചോദ്യം 2019 ജൂൺ മാസത്തിൽ നടന്ന സേ പരീക്ഷയ്ക്ക് ചോദിച്ച 3 മാർക്കിൻ്റെതാണ്. എക്സ്പ്ലെയിൻ എനി 3 പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ഓഫ് സെബി. സെബിയുടെ ഏതെങ്കിലും 3 സംരക്ഷണ ധർമ്മങ്ങളെക്കുറിച്ച് വിവരിക്കുക. നമുക്ക് ആൻസർ നോക്കാം. പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ഓഫ് സെബി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെങ്കിലും 3 പോയിന്റ്സ് എഴുതുക. പ്രൊഹിബിഷൻ ഓഫ് ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, controlling insider trading and imposing penalties for such practices, undertaking steps for investor protection, promotion of fair practices and code of conduct in securities market. അടുത്ത ചോദ്യം 2020 ജൂലൈ മാസം നടന്ന സേ പരീക്ഷയ്ക്ക് ചോദിച്ച 3 മാർക്കിൻ്റെതാണ്. സെബി ഈസ് ദ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. എക്സ്പ്ലെയിൻ എനി 3 ഫങ്ഷൻസ് പെർഫോംഡ് ബൈ സെബി ഇൻ ദിസ് റിഗാർഡ്. ഇന്ത്യൻ ഓഹരി വിപണിയുടെ നിയന്ത്രണ അധികാരിയാണ് സെബി. ഇതുമായി ബന്ധപ്പെട്ട സെബിയുടെ ഏതെങ്കിലും 3 ധർമ്മങ്ങൾ വിവരിക്കുക. നമുക്ക് മറ്റൊരു ചോദ്യം കൂടി നോക്കാം. 2019 മാർച്ച് മാസത്തിൽ നടന്ന പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച 4 മാർക്കിൻ്റെതാണ് ഈ ചോദ്യം. സ്റ്റേറ്റ് എനി 4 റെഗുലേറ്ററി ഫങ്ഷൻസ് ഓഫ് സെബി. സെബിയുടെ ഏതെങ്കിലും 4 നിയന്ത്രണ ധർമ്മങ്ങൾ എഴുതുക. നമുക്കിനി ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരത്തിലേക്ക് കടക്കാം. ഈ 2 ചോദ്യങ്ങളിലും ചോദിച്ചിരിക്കുന്നത് സെബിയുടെ റെഗുലേറ്ററി ഫങ്ഷൻസ് ആണ്. 11ാമത്തെ ചോദ്യത്തിന് 3 പോയിൻസും 12ാമത്തെ ചോദ്യത്തിന് 4 പോയിൻസും എഴുതി വിവരിക്കുക. നമുക്ക് റെഗുലേറ്ററി ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഗുലേറ്റിംഗ് വർക്കിംഗ് ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, പോർട്ട്ഫോളിയോ സെക്ടേഴ്സ്, അണ്ടർറൈറ്റേഴ്സ്, ബാങ്കേഴ്സ് എക്സെട്ര. റെഗുലേറ്റിംഗ് സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ ബിഡ്സ് ബൈ കമ്പനീസ്. കോളിംഗ് ഫോർ ഇൻഫർമേഷൻ ബൈ അണ്ടർടേക്കിംഗ് ഇൻസ്പെക്ഷൻ. Conducting enquiries and audit of stock exchanges and intermediaries and self-regulatory organizations in security market, levying fees or other charges, exercising powers under the Act. 2020 നടന്ന മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച 3 മാർക്കിൻ്റെതാണ് അടുത്ത ചോദ്യം. ഡിസ്ക്രൈബ് ഇൻ ബ്രീഫ് എനി 3 ഫങ്ഷൻസ് ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഏതെങ്കിലും 3 ധർമ്മങ്ങൾ ലഘുവായി വിവരിക്കുക. നമുക്ക് ആൻസർ നോക്കാം. ഫങ്ഷൻസ് ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെങ്കിലും 3 പോയിന്റ്സ് എഴുതി വിവരിക്കുക. പ്രൊവൈഡിംഗ് ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ടു എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്, ഡിറ്റർമൈൻസ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ്, സേഫ്റ്റി ഓഫ് ട്രാൻസാക്ഷൻസ്, എൻഹാൻസ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി, പ്രൊവൈഡ്സ് സ്കോപ്പ് ഫോർ സ്പെക്കുലേഷൻ, ക്യാപിറ്റൽ ഫോർമേഷൻ. അടുത്ത ചോദ്യം 4 മാർക്കിൻ്റെതാണ്. 2020 മാർച്ച് മാസത്തിൽ നടന്ന പൊതുപരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. എക്സ്പ്ലെയിൻ എനി 2 മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഏതെങ്കിലും 2 പണവിപണി പ്രമാണങ്ങളെക്കുറിച്ച് വിവരിക്കുക. നമുക്ക് വേറൊരു ചോദ്യം കൂടി നോക്കാം. 2018 ജൂൺ മാസം നടന്ന ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച 5 മാർക്കിൻ്റെതാണ് ഈ ചോദ്യം. ഇറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് വിച്ച് ഡീൽസ് ഇൻ ഫിനാൻഷ്യൽ അസറ്റ്സ് ഹൂസ് പീരീഡ് ഓഫ് മാച്യൂരിറ്റി ഈസ് അപ് ടു 1 ഇയർ. 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ള ധനകാര്യ ആസ്തികളുടെ ഇടപാട് നടത്തുന്ന ഹ്രസ്വകാല ധനവിപണിയാണിത്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മാർക്കറ്റ് റെഫേർഡ് എബവ്. മുകളിൽ പറഞ്ഞ വിപണി ഏതു തരമാണെന്ന് കണ്ടെത്തുക. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ദിസ് മാർക്കറ്റ്. ഈ വിപണിയിൽ ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങളെക്കുറിച്ച് വിവരിക്കുക. നമുക്കിനി ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരത്തിലേക്ക് കടക്കാം. ഈ 2 ചോദ്യത്തിലും ചോദിച്ചിരിക്കുന്നത് മണി മാർക്കറ്റിനെയും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിനെയും കുറിച്ചാണ്. 14ാമത്തെ ചോദ്യത്തിന് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതി വിവരിക്കുക. 15A ചോദ്യത്തിന് മണി മാർക്കറ്റ് എന്താണെന്ന് എഴുതുക. ബി ചോദ്യത്തിന് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതി വിവരിക്കുക. നമുക്കിനി മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രഷറി ബിൽ, കൊമേഴ്സ്യൽ പേപ്പർ, കോൾ മണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്സ്യൽ ബിൽ. 2018 മാർച്ച് മാസത്തിൽ നടന്ന പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച 5 മാർക്കിൻ്റെ ഈ ചോദ്യം ഈ വീഡിയോയിലെ അവസാന ചോദ്യമാണ്. സെബി ഈസ് ദ റെഗുലേറ്ററി ഏജൻസി ഇൻ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഡിസ്കസ് ദെയർ മേജർ ഫങ്ഷൻസ്. ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെബി. ഇതിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ചർച്ച ചെയ്യുക. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. സെബി 3 തരത്തിലുള്ള ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. റെഗുലേറ്ററി ഫങ്ഷൻസ്, ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്, പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ്. അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം റെഗുലേറ്ററി ഫങ്ഷൻസ്. രജിസ്ട്രേഷൻ ഓഫ് ബ്രോക്കേഴ്സ് ആൻഡ് സബ് ബ്രോക്കേഴ്സ് ആൻഡ് അതർ പ്ലെയേഴ്സ് ഇൻ ദ മാർക്കറ്റ്, രജിസ്ട്രേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്,
regulation of stockbrokers, portfolio exchanges, underwriters, etc. ഇനി ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്, ട്രെയിനിങ് ഓഫ് ഇൻ്റർമീഡിയറീസ് ഓഫ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, conducting research and publishing information useful to all market participants, undertaking measures to develop the capital markets by adopting a flexible approach. അടുത്തത് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ്, prohibition of fraudulent and unfair trade practices, controlling insider trading, price rigging, etc., and imposing penalties for such practices, undertaking steps for investor protection. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന ഈ അധ്യായത്തിലെ ചോദ്യങ്ങൾ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് മാർക്കറ്റിംഗ് എന്ന 11ാമത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം.